പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം, എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു. എങ്കിലും അതെൻ്റെ ദീനം, ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു, എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി, അവർ ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇനി എൻ്റെ കൂടാരമടിപ്പാനും തിരശ്ശീല നിവർക്കുവാനും ആരുമില്ല. ഇടയന്മാർ മൃഗപ്രായരായിത്തീർന്നു, യഹോവയെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല. അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് കരുതലുള്ള നല്ല ഇടയൻ്റെ വിലാപമാണത്. നല്ല ഇടയനായ ക്രിസ്തു കരയുകയാണ്. ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് കരുതലുണ്ട്, പക്ഷേ ആട്ടിൻകൂട്ടം ചിതറിപ്പോയിരിക്കുന്നു. ചിതറിപ്പോയാൽ എന്താ സംഭവിക്കുക? കാട്ടിലെ ചെന്നായ്ക്കളൊന്ന് ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ട് പോകും. ചെന്നായ്ക്കൾ കടിച്ചു കീറും. ആട്ടിൻകൂട്ടത്തെ ചെന്നായ്ക്കൾ കടിച്ചു കീറുന്നതിന് മുമ്പ് വേഗം ഇടയന്മാരെ നിങ്ങൾ ഓടി വന്ന് ആട്ടിൻകൂട്ടത്തെ തെരഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ആട്ടിൻകൂട്ടം ഇന്ന് കവർച്ചയായി പോയിരിക്കുകയാണ്. ആട്ടിൻകൂട്ടം ഇന്ന് ചിതറിപ്പോയിരിക്കുകയാണ്. ഇന്ന് വിശ്വാസമുണ്ടോ? സഭകളുണ്ട്, മനോഹരമായ ദേവാലയങ്ങളുണ്ട്, വളരെ ഇമ്പകരമായ ഗീതങ്ങളുണ്ട്, പ്രമ്യോനുകളുണ്ട്, സദറാകളുണ്ട്. വളരെ മധുരമായ ഗീതങ്ങൾ ആലപിക്കുന്നത് കേൾക്കുമ്പോൾ നാം അതിൽ ലയിച്ച് അലിഞ്ഞ് ചേർന്നു പോകും. പക്ഷേ ഇന്ന് ആടുകൾ ചിതറിപ്പോയിരിക്കുകയാണ്. അവരവർക്ക് തോന്നിയതുപോലെ ആടുകൾ പോകുന്നു. ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. തിരിഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ദൈവം ഒരു വിഷയമല്ല. ആരെയും മുറിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല ഈ പറയുന്നത്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയയാണ്. ഞാനും എങ്കിലേക്ക് നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഏതെല്ലാം കാര്യങ്ങളിലാണ് ഞാൻ നിന്നിൽ നിന്ന് മാറിപ്പോയത്? നിൻ്റെ ആ പരിപാവനമായ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോയത് എവിടെയെല്ലാമാണ്?
എനിക്ക് യേശുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി എന്തെല്ലാമാണ് എനിക്ക് വന്നുപോയത്. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ഭാവത്തിന് വിരുദ്ധമായി എന്തെല്ലാമാണ് ഇന്നും എന്നിൽ സജീവമായി നിൽക്കുന്നത്. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും എൻ്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന പാപങ്ങൾ എന്തെല്ലാമാണ്. പുറമേ ഭാഗ്യവശാൽ പാവമൊന്നും വരുന്നില്ലെങ്കിൽ എൻ്റെ അകത്ത് എന്തെല്ലാം പാവങ്ങളാണ് കുടികൊള്ളുന്നത്. എൻ്റെ അകത്ത് എന്തെല്ലാം തിന്മകളാണ് ഇന്നും അധിവസിക്കുന്നത്. ചിന്തിക്കൂ പ്രിയപ്പെട്ടവർ, ചിന്തിക്കൂ, ഓരോരുത്തരും ചിന്തിക്കൂ. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു, മൃഗങ്ങളെപ്പോലെയായി തീർന്നു. ആട്ടിൻകൂട്ടം കവർച്ചയായിപ്പോയി, ആട്ടിൻകൂട്ടം ചിതറിപ്പോയിരിക്കുന്നു. ഇടയില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിപ്പോയി എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഇടയില്ലാത്ത ആടുകളെപ്പോലെ ചിതറിക്കാണുന്നു. ഇന്ന് കരുണയുള്ള കർത്താവ് നമ്മെ നോക്കി വ്യസനിക്കുന്നു. ആട്ടിൻകൂട്ടം നടത്താൻ ആളില്ല, സത്യവചനം കൊടുത്ത് നടത്താൻ ആളില്ല, സത്യവചനം കൊടുത്ത് നടത്താൻ ആളില്ല. സത്യവചനമാണ് ശരിയായ വഴി, ശരിയായ വഴിക്ക് നടത്താൻ ആളില്ല. ജനത്തിന് പട്ടണത്തിൽ എത്തണമെന്നുണ്ട്, സ്വർഗീയ സിയോനിൽ എത്തണമെന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സ്വർഗീയ സിയോനിൽ എത്താൻ പറ്റുന്നില്ല. കാരണം എന്താ? വഴി അറിഞ്ഞുകൂടാ. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. സഭാപ്രസംഗി പറയുകയാണ്, ആ വാക്യം നോക്കൂ. സഭാപ്രസംഗി 10:15. ഈ പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ, പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. പട്ടണത്തിൽ എത്തണമെന്നുണ്ട്. ദൈവമക്കൾക്ക് അനേകം പേർക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. ഒരു ശരിയായ വഴിക്ക് പോകണമെന്നുണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് പലർക്കും ഇല്ലേ? ഒരു ശരിയായ ജീവിതം തുടങ്ങണം, ശരിയായ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം, ഒരു സത്യവിശ്വാസ ജീവിതം നയിക്കണം, വേണം, ഒരു ഭക്തി ജീവിതം വേണം, ഇല്ലേ? ആഗ്രഹമുണ്ടല്ലോ. പക്ഷേ വഴി അറിഞ്ഞുകൂടാ. ഏത് വഴിയായി, എങ്ങനെയാണ് പോകേണ്ടത് അറിഞ്ഞുകൂടാ. പോകണമോ? തീർത്ഥയാത്രയ്ക്ക് പോകാം. നടന്നു പോകണമോ? നടന്നു പോകാം. പാവങ്ങൾ നടന്നു പോകാം. എന്ത് ചെയ്യും? നടന്ന് അങ്ങ് ദൂരെ വേണമെങ്കിൽ തീർത്ഥയാത്രയ്ക്ക് പോകാം. കബറിങ്കലിൽ നിന്ന് മുട്ടുകുത്തണമോ? ആകാം. പള്ളിക്ക് ചുറ്റും മുട്ടുകുത്തണമോ? അതും ആകാം. ദൈവത്തിന് സ്തോത്രം. നേർച്ചകൾ കഴിക്കണമോ? കഴിക്കാം. അല്ല, ഗീവരിസദായിയുടെ ഊട്ട് നടത്തണമോ? അതും നടത്താം. ശ്രാദ്ധം ചാത്തം നടത്തണമോ? നടത്താം. എന്താ വേണ്ടത്? എന്തും ചെയ്യാൻ തയ്യാറാണ്. പള്ളിയുടെ കുരിശിങ്കൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മെഴുതി കത്തിക്കണമോ? ചെയ്തു കൊള്ളാം. പാവപ്പെട്ട ജനത്തിന് എന്തും ചെയ്യാൻ മനസ്സാണ്, എന്തും ചെലവ് ചെയ്യാനും മനസ്സാണ്. പക്ഷേ ഏതാണ് വഴിയെന്ന് കാണിച്ചു കൊടുക്കാൻ ആളില്ല. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നിരിക്കുന്നു. ഇടയന്മാർ വഴി കാണിച്ചു കൊടുക്കാൻ ആളില്ല. വഴി യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു ആകുന്ന വഴിയിലൂടെ ജനത്തെ നയിക്കാൻ ഇന്ന് ആളില്ല. പല വഴികളിലൂടെ നയിക്കുന്ന ആളുകളുണ്ട്. എന്തെല്ലാം വൃത്തികേട് ചെയ്താണെങ്കിലും പള്ളിയിൽ അതിൻ്റെ അധികാരം പിടിച്ചെടുക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്തെല്ലാം സമരങ്ങളോ യുദ്ധങ്ങളോ നടത്തിയാണെങ്കിലും, ഏതെല്ലാം തരത്തിലുള്ളതായ അഭിനയ കോലാഹലങ്ങൾ നടത്തിയാണെങ്കിലും അവിടെ പള്ളി പിടിക്കാനും മറ്റുമുള്ളതായ യത്നങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. പക്ഷേ സുവിശേഷം പറയാൻ ആളില്ല, നിർമ്മല വചനം പറയാൻ ആളില്ല, യേശുക്രിസ്തുവിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ ആളില്ല. യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴി കാണിച്ചു കൊടുക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്, അത് ത്യാഗത്തിൻ്റെ വഴിയാണ്, അത് കഷ്ടതയുടെ വഴിയാണ്, അത് സകലരും വെറുക്കുന്ന വഴിയാണ്, എല്ലാവരും പുച്ഛിക്കുന്ന വഴിയാണ്, എല്ലാവരും പരിഹസിക്കുന്ന വഴിയാണ്. ഈ വഴിയെ പോകാൻ അതിന് മനസ്സില്ല. യേശുക്രിസ്തുവിൻ്റെ വഴിയെ പോകാൻ മനസ്സില്ല. ആളുകൾ നയിക്കാനും മനസ്സില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇടയന്മാർ മൃഗപ്രായരായി തീർന്നിരിക്കുന്നു. കർത്താവ് നോക്കി കരയുകയാണ്. എൻ്റെ കൂടാരം കവർച്ചയായി പോയി എന്ന് പറഞ്ഞ് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം മുതൽ വായിക്കാം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. താൻ നടന്ന് പ്രവർത്തിച്ച ദേശങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല, ദേശങ്ങളിലുള്ളവർ മാനസാന്തരപ്പെടുന്നില്ല. കർത്താവ് ആ ദേശങ്ങളെ ശാസിച്ചു തുടങ്ങി. കോരസീനേ നിനക്ക് ഹാ കഷ്ടം, കോരസീനേ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദേ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീനോരിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീതോനും സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ശിക്ഷാവിധി വരുന്നത്. സോരിനും സീതോനും വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷാവിധി നിങ്ങൾക്ക് വരാൻ പോകുന്നു. കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ നടന്ന പട്ടണങ്ങളിൽ, കോറസീനിലും ബേത്സയിദയിലും കഫർനഹൂമിലുമെല്ലാം കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ നടന്ന പട്ടണങ്ങളാണ്. പക്ഷേ അവിടെയുള്ളവർക്കാണ് മഹാശിക്ഷാവിധി വരാൻ പോകുന്നത്. വായിക്കൂ. നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? കഫർനഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കും. അഹങ്കരിക്കുകയാണ് കഫർനഹൂം ദേശം. യേശു ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ ദേശത്താണ്. ഈ ദേശത്താണ് യേശു ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. എനിക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയത്. എനിക്കാണ് പല പ്രാവശ്യവും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയത്. എനിക്കാണ് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയത്.
എനിക്കാണ് കൂടുതൽ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ അവസരം കിട്ടിയത്. കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ ഭാഗ്യവാനാണല്ലോ, ഞാൻ ഭാഗ്യവതിയാണ്. സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുമോ? നീയോ കവർന്നോമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നുവെങ്കിൽ അവർ ഇന്നുവരെയും നിൽക്കുമായിരുന്നു, ഇന്നുവരെയും നിലനിൽക്കുമായിരുന്നു, നശിച്ചു പോയില്ലായിരുന്നു. അത്രയും വലിയ വീര്യപ്രവൃത്തികൾ നടന്ന സ്ഥലമാണ് ഈ കഫർനഹൂമിൽ. അത്രയേറെ വീര്യപ്രവൃത്തികൾ നടന്നു. എന്നാൽ നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അവർ ഇരട്ടിലും വെണ്ണീറിലും അനുദപിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെയും നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിനെ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ന്യായവിധി ദിവസത്തിൽ സോദോമ്യർക്ക് വരുന്നതിനേക്കാൾ ഭയാനകമായ ശിക്ഷാവിധിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കാരണം അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും, അധികം വാങ്ങിയവരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അല്പം ഭയത്തോടെ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ വരുന്ന ആളുകൾ, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ സംബന്ധിക്കുന്ന ആളുകൾ, നിങ്ങൾ കേട്ടിടത്തോളം ജീവൻ്റെ വചനം അധികമാരും കേട്ടിട്ടില്ല. നിങ്ങൾ അടുത്ത് വന്നിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ കൃപ അധികമാർക്കും കാണാൻ കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവിന് തീ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് കത്തി ജ്വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വിശ്വസിക്കുന്നവർ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് രോഗികളെ സൗഖ്യമാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് മാനസാന്തരം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇല്ലേ, അത്ഭുതങ്ങളല്ലേ നടന്നത്? എത്രയോ വലിയ കൊടുംപാപികളാണ് മാനസാന്തരപ്പെട്ടത്. കവർച്ചക്കാർ മാനസാന്തരപ്പെട്ടു, മോഷ്ടാക്കൾ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അമ്മയെ തല്ലിയവർ, അപ്പനെ തല്ലിയവർ മാനസാന്തരപ്പെട്ടു. ഭാര്യയെ കഠിനമായി ഉപദ്രവിച്ച് ഭാര്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ, അവർ മാനസാന്തരപ്പെട്ടു. ഭർത്താവിനെ ചതിയിൽപ്പെടുത്തി അപകടത്തിലാക്കാൻ നോക്കിയവർ, അവർ മാനസാന്തരപ്പെട്ടു. ആത്മഹത്യക്ക് മുതിർന്നവർ, അവർ മാനസാന്തരപ്പെട്ടു. ഇനി ജീവിക്കേണ്ട എന്നുള്ള വാശിയോടുകൂടി, ആരോടോ ഉള്ള പ്രതികാര ചിന്തയോടുകൂടി, ആരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി മരിക്കുമെന്ന് തീരുമാനിച്ച് ആത്മഹത്യക്ക് മുതിർന്നവർ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു വിചാരിച്ച് ആത്മഹത്യക്ക് മുതിർന്നവർ അനേകം പേര് രക്ഷപ്പെട്ടു. ഇല്ലേ, നാം കണ്ടില്ലേ? ഇതെല്ലാം കണ്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലാസർ മൂലം അനേകം യഹൂദന്മാർ കർത്താവിൽ വിശ്വസിക്കുന്നറിഞ്ഞപ്പോൾ എന്തുണ്ടായെന്നറിയാമോ? യഹൂദന്മാരെ കൂടി ആലോചിച്ചു ലാസറിനെ കൊല്ലാൻ. ഈ ലാസർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിന് മഹത്വം കിട്ടുമല്ലോ, യേശുക്രിസ്തുവിനെ ആളുകൾ അറിഞ്ഞു പോകുമല്ലോ, യേശുക്രിസ്തുവിൽ അനേകർ വിശ്വസിച്ച് പോകുമല്ലോ എന്ന് പറഞ്ഞ് ലാസറിനെയും കൊല്ലണമെന്ന് അവർ ആലോചിച്ചു. അതാണ് ഈ ഇന്നത്തെ ലോകം. ദൈവത്തിന് സ്തോത്രം. അധികം വീര്യപ്രവൃത്തികൾ നടന്നു. എല്ലാം നമ്മുടെ മധ്യത്തിൽ നമുക്ക് കാണാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത്. എത്ര യുവാക്കളാണ് മാനസാന്തരപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. എത്ര കുടുംബങ്ങളാണ് ഐക്യമായത്. ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിരുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്ന് ഒന്നായി നിൽക്കുന്നു. സ്തോത്രം. വളരെ പോരെന്ന് പറയുന്നത് പോലെ അത്രമാത്രം ശക്തമായി വൈരാഗ്യത്തോടിരുന്ന സ്ത്രീയും ഭർത്താവും ഐക്യമായി ഒരുമിച്ച് കൂട്ടായ്മയിൽ വരുന്നു. നല്ലതല്ലേ? ദൈവത്തിന് സ്തോത്രം. നല്ലതല്ലേ കർത്താവ് ചെയ്തത്? ഇതെല്ലാം കണ്ടില്ലേ? നാം കാണാത്തതല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അത്യത്ഭുതങ്ങൾ നാം കണ്ടു, അതിശയങ്ങൾ കണ്ടു. ഇനിയും സംശയമാണോ? ഇത് കർത്താവിൻ്റെ കൂട്ടായ്മയാണോ എന്നാണോ സംശയം? ദൈവത്തിന് സ്തോത്രം. അന്ന് യേശു തമ്പുരാൻ പ്രവർത്തിച്ചപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവർ പറഞ്ഞത് അവന് ബെയൽസെബൂലുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഈ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയില്ല, ഇത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് വീര്യപ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് അന്നത്തെ പണ്ഡിതന്മാരായ ശാസ്ത്രിമാർ അഭിപ്രായപ്പെട്ടു. അന്നത്തെ പരീക്ഷന്മാർ യേശുവിനെ പിടിച്ചു കെട്ടണം, യേശുവിന് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ, അത്ഭുതങ്ങൾ നടന്നു കണ്ടിട്ട് അവർ മാനസാന്തരപ്പെടുകയല്ല ചെയ്തത്, അവർ ഹൃദയം കടുപ്പിക്കുകയാണ് ചെയ്തത്. ഹൃദയം കഠിനമായി. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? കഠിനപ്പെട്ടിരിക്കുകയാണോ? ഇത്രയെല്ലാം കേട്ടിട്ടും ഹൃദയം തകരുന്നുണ്ടോ? എൻ്റെ കർത്താവേ, ഞാൻ നുറുങ്ങി ഞാൻ കരഞ്ഞില്ലല്ലോ. എൻ്റെ പാപത്തെയോർത്ത് ഞാൻ കരഞ്ഞില്ലല്ലോ. എൻ്റെ ദയനീയാവസ്ഥയോർത്ത് ഞാൻ കരഞ്ഞില്ലല്ലോ. മറ്റുള്ളവരുടെ കുറ്റം ഞാൻ കണ്ടു, പക്ഷേ എൻ്റെ കുറ്റം ഞാൻ കണ്ടില്ലല്ലോ. മറ്റുള്ളവരെ തിരുത്താൻ എനിക്കറിയാം, പക്ഷേ എന്നെ തിരുത്താൻ ഇതുവരെ എനിക്ക് തോന്നിയില്ലല്ലോ. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ ഞാൻ കറക്റ്റ് ചെയ്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാൻ അനേകരെ ഉപദേശിച്ചു, പക്ഷേ ഞാൻ എന്നെ തന്നെ ഉപദേശിച്ചില്ലല്ലോ. എനിക്ക് കിട്ടിയ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലല്ലോ. എനിക്ക് കിട്ടിയ ഉപദേശങ്ങൾ അത് ഞാൻ തിരസ്കരിച്ച് കളഞ്ഞല്ലോ, ഞാൻ തള്ളിക്കളഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. ഇന്ന് നാം കരയേണ്ട ദിവസമാണ്. നാം ദൈവത്തിലിരുന്ന് കരയണം. കർത്താവ് കഫർനഹൂമിനെ നോക്കി കരഞ്ഞു, കർത്താവ് ബേസയിലെയും കോരസിനെയും നോക്കി കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പറയുകയാണ്, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമിയുടെ നാട്ടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ന്യായവിധി ദിവസമുണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഉണ്ട്.
ന്യായവിധിയുണ്ട്. ഒരു ദിവസം എല്ലാം വെളിപ്പെടും, ഒന്നും മറിഞ്ഞിരിക്കുകയില്ല. സ്നേഹിത, നീ ചെയ്ത കുൽസിത പ്രവൃത്തികൾ എല്ലാം വെളിപ്പെട്ടു വരും. മോളെ, നീ ചെയ്ത അശുദ്ധ ജീവിത പ്രവൃത്തികൾ എല്ലാം വെളിപ്പെട്ടു വരും. അതോ നിൻ്റെ ഭർത്താവ് മാത്രമല്ല, ഭാര്യ മാത്രമല്ല, സകലമാന പേരും ആബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധൻ വരെ ചേർന്ന് നിൽക്കുന്ന മഹാസദസ്സിൽ അതെല്ലാം തുറന്ന് വായിച്ച് കേൾപ്പിക്കും. എന്നിട്ടോ പോവിനെ അറിയുന്നില്ല എന്നുള്ള കഠോര ശബ്ദം കേൾക്കേണ്ടി വരും. ഒരു ന്യായവിധിയുണ്ട്. സഹോദരങ്ങളെ, ആ ന്യായവിധി ദിവസത്തിൽ നാം എന്തു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് നാം ദൈവത്തിലേക്ക് തിരിയണം. നമുക്ക് അവസരമുണ്ട്. ഇന്ന് നാം അനുഭവിക്കണം, നമുക്ക് സമയമുണ്ട്. ഇന്ന് നാം തിരിഞ്ഞു വരണം, നമുക്ക് അവസരമുണ്ട്. ഇന്ന് നമുക്ക് കർത്താവ് അവസരം തന്നിരിക്കുകയാണ്. ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. കർത്താവിൻ്റെ ഹൃദയം തുറന്ന് കാണിച്ചു തരികയാണ് നമുക്ക് ചെയ്തത്. കർത്താവിൻ്റെ വേദന കാണിച്ചു തരികയാണ് ചെയ്തത്. കർത്താവിൻ്റെ ഹൃദയത്തിന് നൊമ്പരം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നീയോ കഫർന്നഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? അതാണ് പറ്റിയ അപകടം. കഫർന്നഹൂമിന് അഹങ്കാരം വർദ്ധിച്ചു. അവർക്ക് യേശു ഈ നാട്ടിൽ കൂടി നടന്ന് വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു. അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു. കഫർന്നഹൂം എല്ലാ വിധത്തിലും ഉയർന്നു നിൽക്കുകയാണ്. കഫർന്നഹൂമിലെ ജനം അവർ ആത്മീയ സമ്പന്നരെ പോലെ ജീവിച്ചു. ആത്മീയമായി എല്ലാം ഉള്ളവരായിട്ട് ജീവിച്ചു. അവർക്ക് യെരൂശലേം ദേവാലയത്തിൽ സ്ഥാനമാനങ്ങളുണ്ട്. അവർക്ക് പരീശന്മാരുണ്ട്, അവർക്ക് ശാസ്ത്രിമാരുണ്ട്, അവർക്ക് ഉന്നതന്മാരായ ആത്മീയ സ്ഥാനമാനങ്ങളുള്ളവരുണ്ട്, പുരോഹിത ശ്രേഷ്ഠന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ ഉയർന്നിരിക്കുകയാണ്. അഹങ്കാരം, ഇന്ന് അനേകം വിശ്വാസികൾക്ക് അഹങ്കാരം വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, വളരെ സങ്കടത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ചിലർ ഞങ്ങളാണ് സത്യ കൂട്ടായ്മകൾ എന്നുള്ള അഹംഭാവത്തോടെ നടക്കുന്നില്ലേ? സത്യത്തിൻ്റെ കൂട്ടായ്മയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സത്യമാണ്, ശരിയാണ്. പക്ഷേ അത് അഹംഭാവത്തോടെ ചിന്തിക്കാനുള്ളതല്ല, അഹങ്കരിക്കാനുള്ളതല്ല. ഞങ്ങളുടെ കൂട്ടായ്മ സത്യത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്ത് ഫലം? നിനക്കെന്ത് കിട്ടി? സത്യത്തിൻ്റെ കൂട്ടായ്മയാണെങ്കിൽ നിനക്ക് എന്ത് കിട്ടി? സത്യത്തിൻ്റെ കൂട്ടായ്മയാണെങ്കിൽ കിട്ടിയ വചനം നിനക്ക് പ്രയോജനപ്പെട്ടുവോ? നിന്നെ തന്നെ തിരുത്തുവാൻ നിനക്ക് സാധിച്ചുവോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടും. നീയോ കഫർന്നഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണു പോകും. വലിയൊരു താഴ്ച നിനക്ക് വരാൻ പോകുന്നു. അഹങ്കരിക്കുന്ന അനേകം പേരുണ്ട്. അഹങ്കരിക്കുന്നവർ, ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, വരുമാനങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ട്, മക്കളിൽ അഹങ്കരിക്കുന്നവരുണ്ട്, സ്വന്തം ആത്മീയ ജീവിതത്തിൻ്റെ മഹത്വത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നിലും അഹങ്കരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു പടി കൂടി ചേർത്ത് പറയട്ടെ, ആത്മീയ കൃപാവരങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ട്. കൃപാവരങ്ങൾ, പ്രവചനവരം, ഭാഷാവരം, രോഗശാന്തിയുടെ വരം, പരിപാലനവരം, ആത്മീയ വിവേചനത്തിൻ്റെ വരം, ഇങ്ങനെയുള്ള അനേകം വരങ്ങളിൽ അഭിമാനിക്കുന്നവരുണ്ട്, വരങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ട്. എല്ലാം അപകടമാണ്. നീ പാതാളം വരെ താണു പോകും. സ്തോത്രം. ഒന്നിലും അഹങ്കരിക്കേണ്ട, ഒന്നിലും അഹംഭാവം വരരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നോക്കി കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പരീശന്മാരെ നോക്കി കരഞ്ഞു. എന്താണ്? അവർ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. അകമയോ കവർച്ച നിറഞ്ഞിരിക്കുന്നു. അകം അശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു മർമ്മപ്രധാനമായ ദൂതാണത്. അകം പരിശോധിക്കുക, ഉള്ളെങ്ങനെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരെയെല്ലാമോ വിധിച്ചിട്ടില്ലേ? മറ്റുള്ള കുറ്റം കണ്ടിട്ടില്ലേ? വിധിക്കുന്ന സ്വഭാവമില്ലേ? ദൈവത്തിന് സ്തോത്രം. വിധിക്കുന്ന സ്വഭാവം. ആരെയും വിധിക്കരുത്. മറ്റുള്ളവരെ നാം വിധിച്ചാൽ നാം വിധിക്കപ്പെടും. ദൈവം നമ്മെ വിധിക്കും. മറ്റുള്ളവരെ ഞാൻ വിധിച്ചാൽ ദൈവം എന്നെ വിധിക്കും. ആരെയും വിധിക്കാൻ അവകാശമില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാനേ അവകാശമുള്ളൂ. മറ്റുള്ളവരെല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണം. ദൈവത്തിന് സ്തോത്രം. എത്ര നീച ജീവിതം നയിക്കുന്നു നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ ആളുടെ നന്മോശം കണ്ട ആളെ ബഹുമാനിക്കണം. ചില പ്ലസ് പോയിൻറ്റുകൾ കാണും, ചില നന്മോശങ്ങൾ കാണും. അത് കണ്ടുകൊണ്ട് ആളെ ബഹുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണം. എളിയവരോട് ചേർന്ന് കൊള്ളണം. ഒരു വലിയ മർമ്മം പറഞ്ഞു തരാം. എളിയവരോട് ചേർന്ന് കൊള്ളണം. നിങ്ങൾ എപ്പോഴും ഉന്നതന്മാരുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉന്നതമായ കൂട്ടുകെട്ടും എന്തെങ്കിലും ചാർച്ചകളുണ്ട് എന്ന് അഭിമാനിക്കുന്നു. അല്ല, എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ലാത്തവരോട് ചേർന്ന് കൊള്ളുവീൻ. സമൂഹത്തിൽ ആരും വിലമതിക്കാത്തവരോട് ചേർന്ന് കൊള്ളുവീൻ. അവരാണ് നിങ്ങളുടെ ഉപകാരികൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവരാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത്, നമ്മെ സഹായിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരാണ് താണവർ. അവരെ ഏതെങ്കിലും തരത്തിൽ താഴ്ചയുള്ളവരായിരിക്കും. വിദ്യാഭ്യാസമില്ല, അല്ല പൈസയില്ല, പലതരത്തിലുള്ള കെടുതികളുണ്ട്. ഒരു നല്ല വീട് പണിയാൻ ഒത്തിട്ടില്ല. മക്കൾ പഠിച്ചു, പക്ഷേ പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടില്ല. പലതരത്തിൽ പോരായ്മകളുള്ളവരാണ്. നിങ്ങൾ അവരോട് ചേർന്ന് കൊള്ളുവീൻ. അവരോട് ചേർന്ന് അവരുടെ വേദന നിങ്ങളുടെ വേദനയായി നിങ്ങൾ സ്വാംശീകരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ നിങ്ങൾക്ക്?
അവരുടെ വേദന നിങ്ങളുടെ വേദനയായി മാറട്ടെ, അവരുടെ പ്രയാസം നിങ്ങളുടെ പ്രയാസമായി മാറട്ടെ, അവരുടെ സങ്കടങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ആത്മീയ ജീവിതമാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. ആത്മീയ ജീവിതം. ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാരം വരികയാണോ? നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം വരികയാണോ? അല്ല, നിങ്ങൾക്ക് കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് അവസരം തരികയാണ്. അവസരം തീർന്നു പോയിട്ടില്ലല്ലോ. വാതിൽ അടച്ചു കളഞ്ഞില്ലല്ലോ. കൃപയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുകയല്ലേ? പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയല്ലേ? ഇപ്പോഴും അവസരം തരികയല്ലേ? ഇത് കേട്ട് നിങ്ങൾ ഭയപ്പെടാനല്ല. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനം തിരിയാം. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എളിമയുള്ളവരായി തീരാം. നിങ്ങൾക്ക് താഴാം. നിങ്ങൾക്ക് താഴ്ചയുള്ളവരുടെ കൂടെ കൂടാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നിത്യനായ രക്ഷകൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടുന്ന് കൂടെ കൂട്ടിയത് ആരാണ്? പാവപ്പെട്ട മുക്കുവത്തൊഴിലാളികൾ. അതിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നോ? അതിൽ ധനവാന്മാരുണ്ടായിരുന്നോ? അതിൽ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നോ? അതിൽ യെരൂശലേം ദേവാലയത്തിലെ പ്രമാണിമാരുണ്ടായിരുന്നോ? ആരെങ്കിലും ഉണ്ടായിരുന്നോ? യേശു കൂടെ കൂട്ടിയത് സാധുക്കളെ, അപരിഷ്കൃതരായ മുക്കുവത്തൊഴിലാളികളെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത ചുങ്കക്കാരെ, എല്ലാവരും വെറുക്കുന്ന ചുങ്കക്കാരെ, എല്ലാവരും വെറുത്ത് മാറ്റുന്ന ചുങ്കക്കാരെ യേശു കൂട്ടുകൂട്ടി അങ്ങനെയുള്ളവരെയാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും സംശയാലുക്കളായവരെ അവരെയാണ് കൂടെ ചേർത്തത്. സാധുക്കളെ കൊണ്ട് കർത്താവ് ഒരു വലിയ ശുശ്രൂഷ, ഒരു മിഷൻ തുടങ്ങുകയായിരുന്നു. വലിയ വേല തീരെ പാവപ്പെട്ടവരെ കൊണ്ട്. കർത്താവ് ദൈവത്തിന് സ്തോത്രം. ഞാൻ മർമ്മം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറണമോ, നിങ്ങൾ താണവരോട് ചേർന്ന് കൊള്ളുവീൻ. സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ വളരണമോ, താഴ്മയുള്ളവരുടെ കൂട്ട് നിങ്ങൾ പ്രാപിച്ചു കൊള്ളുവീൻ. അവരാണ് നിങ്ങളുടെ സ്നേഹിതന്മാർ. അവരാണ് നിങ്ങൾ താങ്ങുന്നവർ. അവരാണ് നിങ്ങൾക്ക് വേണ്ടി കരയുന്നവർ. അവരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. അവരാണ് നിങ്ങളെ സഹായിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ദേശത്തിലെ ഉന്നതന്മാർ നിങ്ങളെ തഴിയെന്ന് വരികയില്ല, നിങ്ങളെ തലോടിയെന്ന് വരികയില്ല, നിങ്ങളെ സഹായിച്ചെന്ന് വരികയില്ല. അവർക്ക് സ്വയം ഔന്നത്യമുണ്ട്, സ്വയം ഉന്നതന്മാരാണ്. എന്നാൽ നിങ്ങളെ താങ്ങുന്നത് പാവപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ അഗണ്യകൊടിയിൽ തള്ളപ്പെട്ടവരാണ് നിങ്ങളെ താങ്ങുന്നത്. നിങ്ങളെപ്പോഴും എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. വേദപുസ്തകം പറയുന്നു, എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. രാജാവായ ദാവീദ് പറയുകയാണ്, രാജാവാണ്, ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ്, ഇസ്രായേൽ രാജാവാണ്, രാജകൊട്ടാരത്തിൽ വസിക്കുന്നവനാണ്. ദാവീദ് പറയുകയാണ്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എളിയവനാണ്, ഞാൻ ദരിദ്രനാണ്, എനിക്ക് ചില പോരായ്മകളുണ്ട്, ഞാൻ രോഗിയാണ്, ഞാൻ അവശനാണ്, എനിക്ക് പൈസയില്ല, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നുണ്ട്. ദൈവം എന്നെ വിചാരിക്കുന്നുണ്ട്. എൻ്റെ കാര്യം നോക്കുന്നുണ്ട്. എൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. ദൈവം എന്നെ വിചാരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, യേശുക്രിസ്തു സ്നേഹം മാത്രമാണ്. യേശുക്രിസ്തു കരയുന്നു, പക്ഷേ അവൻ സ്നേഹം മാത്രമാണ്. അവൻ്റെ സ്നേഹമാണ് കരയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഉന്നതമായ പ്രതീക്ഷ അവനുള്ളതുകൊണ്ടാണ് കരയുന്നത്. നിങ്ങളെക്കുറിച്ച് ഉയർന്ന ആഗ്രഹങ്ങൾ അവനുള്ളതുകൊണ്ടാണ് കരയുന്നത്. നിങ്ങളെ ഉന്നതമായ സൗഭാഗ്യത്തിൽ കരയറ്റാൻ പറ്റുമെന്ന് അവന് വിശ്വാസമുള്ളതുകൊണ്ടാണ് കരയുന്നത്. നിങ്ങളെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുവാൻ അവന് പരിപാടി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവൻ കരയുന്നത്. അതിനോടൊത്ത് നിങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവൻ കരയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ദൈവത്തെ അറിയാതെ ജീവിച്ചു പോയി, ഇത്രയും കാലം എളിയവരെ മാനിക്കാതെ ജീവിച്ചു പോയി, ഇത്രയും കാലം ഞാൻ മറ്റുള്ളവരെ തരം താഴ്ത്തി ജീവിച്ചു പോയി, മറ്റുള്ളവരെ ചെറുതായി കണ്ട് ജീവിച്ചു പോയി. എൻ്റെ കർത്താവേ, ഞാനൊരു മുതലാളിയെപ്പോലെ ജീവിച്ചു പോയി. എൻ്റെ കർത്താവേ, ഞാനിതാ തൊഴിലാളിയുടെ കൂട്ടാളിയായി മാറുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനിതാ എളിയവരുടെ കൂട്ടാളിയായി മാറുന്നു. എൻ്റെ കർത്താവേ, എല്ലാവരും നിൻ്റെ കൈപ്പണിയല്ലേ, നീ സൃഷ്ടിച്ചവരല്ലേ, നിൻ്റെ പ്രിയ മക്കളല്ലേ, നിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടുകളല്ലേ, അവരോട് ഞാനും ഇതാ ചേരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. എളിയവനെ ആദരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇത്രയും കാലം ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി, ഇത്രയും കാലം എൻ്റെ ജീവിതം ഞാൻ പാഴാക്കിപ്പോയി, ഇത്രയും കാലങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിപ്പോയി. രക്ഷക, എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല നാളുകളാണല്ലോ ഞാൻ കളഞ്ഞുപോയത്. ഏറ്റവും വിലപ്പെട്ട നാളുകൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. എനിക്ക് ആരോഗ്യമുള്ള കാലങ്ങളുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും പറയാൻ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള കാലങ്ങളുണ്ടായിരുന്നു. എനിക്ക് പറയാനും പ്രവർത്തിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ. ആ നല്ല കാലങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞു പോയല്ലോ, എല്ലാം പാവത്തിന് ഇട്ടുകൊടുത്ത് കളഞ്ഞു പോയല്ലോ. യേശുവേ, നിന്നോട് ഞാൻ മത്സരിച്ച് എൻ്റെ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ. ഞാൻ പാവത്തെ സ്നേഹിച്ചും പാവികളോട് ഇണങ്ങിയും ഞാൻ ജീവിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. എൻ്റെ കർത്താവേ, ഇന്ന് ഞാനിതാ തിരുവമ്പാകെ ഒരു പുതിയ പ്രതിഷ്ഠ എടുക്കുകയാണ്. ഒരു പുതിയ വ്രതം, പുതിയ പ്രതിഷ്ഠ, ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ സമർപ്പണം. നാഥാ, ഈ നിമിഷം മുതൽ യേശുവേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നതിനായിരിക്കും.
നിനക്ക് തണുപ്പ് തരുന്നതിനായിരിക്കും, നിനക്ക് ആശ്വാസം തരുന്നതിനായിരിക്കും, നിന്നെ സ്നേഹിക്കുന്നതിനായിരിക്കും. കർത്താവേ, നിൻ്റെ നീറുന്ന ഹൃദയത്തിന് ആശ്വാസം തരുന്നതിനായിരിക്കും, നിൻ്റെ മുറിവേറ്റ ഹൃദയത്തിന് കുളിർമ തരുന്നതിനായിരിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വേല ചെയ്യുന്നതിനായിരിക്കും, ഇന്നു മുതൽ നിൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനായിരിക്കും, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മക്കളുടെ ഭൗതികമായ യോഗ്യത നോക്കാതെ അവരെ ഞാൻ സ്നേഹിക്കുന്നതിനായിരിക്കും. അവരാരെയും ഞാൻ തുച്ഛീകരിക്കുകയില്ല, ആരെയും ഞാൻ ചെറുതായി കാണുകയില്ല. കർത്താവേ, അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. എല്ലാവരെയും ഞാൻ ആദരിച്ച്, എല്ലാവരെയും ബഹുമാനിച്ച്, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരെയും എന്നേക്കാൾ കൂടുതൽ മാനിച്ച് ഞാൻ കർത്താവേ നിൻ്റെ ഒരു ദാസനായി, നിൻ്റെ ഒരു ദാസിയായി ഇന്ന് ഞാൻ പുതിയ ജീവിതം നയിക്കും. നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ ഒരു ദാസിയായി, നിൻ്റെ ദാസനായി, നിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിനായിരിക്കും. കർത്താവേ, ഇപ്പോൾ മനസ്സലിഞ്ഞ് നിൻ്റെ തിരുലാവിനൊഴിയ തിരുരക്തം എൻ്റെ മേൽ തളിക്കണമേ. ആ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. വന്നുപോയ പാവങ്ങളൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ, അതിര് വിട്ടു പോയതൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ, അതിർത്തി ലംഘിച്ച് ഞാൻ ചെയ്തു പോയതൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ, അപ്പൻ്റെ അമ്മയുടെയും വാക്ക് ധിക്കരിച്ച് ഞാൻ ഇറങ്ങിപ്പോയതൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ ഗുരുനാഥന്മാരെ അവമാനിച്ചതും ധിക്കരിച്ചതും ഒന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ കരുണയുള്ള കർത്താവേ, മുതിർന്നവരെ ഞാൻ മാനിക്കാതെ പോയത് എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ വേലയിൽ ഞാൻ വിമുഖത കാണിച്ചത് എന്നോട് കണക്കിടല്ലേ. ദൈവത്തിന് സ്തോത്രം. വേലയിൽ ഞാൻ അലസത കാണിച്ചത് എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ, എൻ്റെ ജീവിതം എൻ്റെ മുഴുവനും ഞാൻ നിനക്കായി വിട്ടു തരുന്നു. ഹല്ലേലൂയ. എൻ്റെ ആയുസ് ഞാനിക്ക് നിനക്ക് വിട്ടു തരുന്നു. എൻ്റെ ജീവിതം നിനക്ക് വിട്ടു തരുന്നു. യേശുവേ, എൻ്റെ ഭാവി ഞാനിക്ക് ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവിത തിരുമുമ്പായി ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, നിൻ്റേത് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഫലമായി ഈ ഭൂമിയിൽ ജീവിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയായി ഈ ഭൂമിയിൽ ജീവിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറുവിലയായി ഈ ഭൂമിയിൽ ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ അടിമയായി ജീവിക്കും. യേശുവേ, ഈ വാക്കൊന്ന് നീ ഒന്ന് കേൾക്കണമേ. എൻ്റെ ഈ സമർപ്പണം നീ ഒന്ന് സ്വീകരിക്കണമേ. നാഥ, എൻ്റെ മേലുള്ള പൈശാചിക ആധിപത്യങ്ങൾ വിടുവിക്കണമേ. എനിക്കൊരു മോചനം തരണമേ. നാഥ, എനിക്ക് സാക്ഷാൽ വിടുതൽ തരണമേ. സാക്ഷാൽ വിടുതൽ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കരം വയ്ക്കണമേ. എന്നെ ഇന്ന് അനുഗ്രഹിച്ചെഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങളുടെ ഇരുകരവും ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കരത്തിൽ യേശു പിടിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ കരത്തിൽ പിടിക്കട്ടെ. യേശു നിങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കട്ടെ. യേശു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പകർന്നു തരട്ടെ. യേശുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. യേശുവിൻ്റെ അത്ഭുത ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിന് നൽവരം നിങ്ങളുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ. ശാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, രോഗസൗഖ്യം ലഭിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. കുടുംബ സമാധാനം ലഭിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല മനോഹരമായ സമയത്തിനായി സ്തോത്രം. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് മനസ്സിലിഞ്ഞതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വചനം തന്നതിനായി സ്തോത്രം. എല്ലാം അവിടുത്തെ ദാനമല്ലോ, എല്ലാം അവിടുത്തെ കൃപയല്ലോ. ഞങ്ങളോ നിസ്സാരര്, ഞങ്ങൾ കൃപയും കീടവും മാത്രം. എൻ്റെ കർത്താവേ, അവിടുന്ന് മഹത്വമുള്ളവനായി അവിടുന്ന് ജീവിക്കുന്നു. യേശുവെ, അവിടുന്ന് ജീവിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂടെ വന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അരികത്തിരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടയിലൂടെ നടന്നതിനായി സ്തോത്രം. ആവശ്യക്കാരെ തൊട്ടതിനായി സ്തോത്രം. മഹത്വം യേശുവിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.